മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൺക്ലൂഡ് ചെയ്തു. ഇനി നമ്മൾ 9 മുതൽ 11 വരെയുള്ള പുതിയൊരു പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിത് ഡിവൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം സിൻ, സാൽവേഷൻ, അതിനുശേഷം സാങ്ക്ടിഫിക്കേഷൻ, അതിനെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയും ഡിസ്പെൻസേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്, യുഗപരമായ പഠനം, അല്ലെങ്കിൽ അതിനെ വിൻഡിക്കേഷൻ എന്നും ആളുകൾ പറയാറുണ്ട്. ന്യായീകരണം, വിൻഡിക്കേഷൻ അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ, യുഗപരമായ പഠനം. 9, 10, 11 അധ്യായങ്ങളിൽ ഇങ്ങനെ ഒരു പഠനമാണ് വന്നിരിക്കുന്നത്. ശരിക്കും 8-ാം അധ്യായം നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണവും അതിനോട് അനുബന്ധിച്ച് ഗ്ലോറിഫിക്കേഷൻ, മൗത്തീകരണവും പറഞ്ഞതിന് ശേഷം നേരെ 12-ാം അധ്യായത്തിലേക്കാണ് പോകേണ്ടിയിരുന്നത്. കാരണം അതിൻ്റെ സർവീസ്, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇതുവരെയും പഠിച്ചതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ 12-ലാണ് വരുന്നത്. ഇതിന് ഇടയിൽ ഈ 9, 10, 11 3 അധ്യായം കൊണ്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് ആ രീതിയിൽ തന്നിരിക്കുകയാണ്. നമുക്കതിന് വേറെ ഒന്നും പറയാനില്ല. ദൈവത്തിൻ്റെ പരമ ഉദ്ദേശമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. വേറൊരു കാര്യം നമ്മൾ ചിന്തിച്ചിരുന്ന ഇതാണ്, 1 തൊട്ട് 8 അധ്യായം വരെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്, ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു റിലേഷൻ, ബന്ധം, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും 9 തൊട്ട് 16 വരെയുള്ള അധ്യായങ്ങളിൽ ഹൊറിസോണ്ടൽ റിലേഷൻ വിത്ത് ഈച്ച് അതർ, അന്യോന്യമുള്ള ഒരു ബന്ധം. അതാണ് കുരിശിൻ്റെ ഒരു അടയാളം പോലെയാണ് ഈ റോമ ലേഖനം വരുന്നത്. 8-ാം അധ്യായം വരെ വെർട്ടിക്കൽ റിലേഷൻ വിത്ത് ഗോഡ്, അത് കഴിഞ്ഞിട്ട് 9 തൊട്ട് 16 വരെയുള്ള അധ്യായങ്ങൾ ഹൊറിസോണ്ടൽ റിലേഷൻ വിത്ത് ഗോഡ്. ഇത് ആണ് ഇതിനകത്ത് ഇനി 16 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത്. 9, 10, 11 അധ്യായങ്ങളിൽ കൂടുതലായിട്ട് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് നമുക്കുള്ളത്. ഞാൻ നേരത്തെ ഇസ്രായേലിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അവർ സ്കാറ്റർ ചെയ്ത് പോയതിനെക്കുറിച്ചും അവരെ ദൈവം വീണ്ടെടുക്കുന്ന കാര്യത്തെക്കുറിച്ചും അതുപോലെ അവർ വീണ്ടും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിരുന്നു. നേരത്തെ ഉള്ള എപ്പിസോഡ് നിങ്ങൾ കർത്താവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ കുറിച്ച് കൂടുതൽ സ്പെസിഫിക്കായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. രാഷ്ട്രീയമായി ഇസ്രായേലിനെ അത്തിയായിട്ട് ചിത്രീകരിച്ചിരിക്കുമ്പോൾ അത്തി തളർത്തു, അപ്പോൾ നിങ്ങൾ വേനൽ വന്നു എന്ന് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞ റെഫറൻസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീരീസിൽ 3-4 എപ്പിസോഡ് യഹൂദനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം അതെങ്ങനെയാണ് ബൈബിൾ പ്രോമിസസ് യഹൂദന് വേണ്ടിയുള്ളത്. അങ്ങ് യഹൂദൻ എങ്ങനെയാണ് ദൈവം മധ്യപ്രദേശം ഭൂമിയുടെ മധ്യഭാഗത്ത് നിർത്തിയിരിക്കുന്നത്, എന്ത് പർപ്പസിനായിരുന്നു, അതുപോലെ തന്നെ യഹൂദൻ എങ്ങനെയാണ് സ്കാറ്റർ ചെയ്ത് പോയത്, യഹൂദൻ എങ്ങനെയാണ് ഇനി വീണ്ടും വരുന്നത്, എല്ലാം തന്നെ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർത്താണ് അന്ന് യുദ്ധം നടക്കുന്ന സമയമായിരുന്നുണ്ട്, ഗാസയുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചും അത് ബൈബിളിൽ പറയുന്ന കാര്യമൊക്കെ പറഞ്ഞൊരു എപ്പിസോഡും അതും ചെയ്തിരുന്നു. യഹൂദനുമായിട്ടുള്ള യുദ്ധം, ഇന്ന് ലെബാനോനും യഹൂദനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ശരിക്കും ഈ ലെബാനോനൊക്കെ യഹൂദൻ്റെ ഇസ്രായേലിന് അലോട്ട് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളിലുള്ളതായിരുന്നു എന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരിക്കൽ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ആയിത്തീരുന്ന സ്ഥലങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് ഈ യുദ്ധമൊക്കെ മിക്കവാറും ഇനിയും ചിലപ്പോൾ കർത്താവിൻ്റെ രാജ്യം പെട്ടെന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണോ എന്നുകൂടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിൽ യഹൂദനെ ദൈവം വീണ്ടെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 9-ാം അധ്യായത്തിലെ ഇസ്രായേലിൻ്റെ പാസ്റ്റ് എലക്ഷൻ, കഴിഞ്ഞുപോയ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനെ സെലക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്ന കഴിഞ്ഞുപോയ ഒരു ചരിത്രം. ദാറ്റ് മീൻസ് ഹാസ് ഗോഡ് കെപ്റ്റ് ഹിസ് പ്രോമിസ് ടു ഇസ്രായേൽ. ഇസ്രായേലിനോടുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റിയോ? കഴിഞ്ഞ ഇസ്രായേലിനെ സെലക്ട് ചെയ്ത കാര്യം അതാണ് 9-ാം അധ്യായത്തിൽ പറയുന്നത്. 10-ാം അധ്യായത്തിൽ പറയുന്ന ഇസ്രായേൽ പ്രസൻറ്റ് റിജക്ഷൻ, സ്റ്റബോണായി, വിൽഫുള്ളായി, കഠിനമായ ഇസ്രായേലിനെ ദൈവം റിജക്റ്റ് ചെയ്ത് കളയുന്ന. ഈസ് ഗോഡ് കീപ്പിംഗ് ഹിസ് പ്രോമിസ് ടു ഇസ്രായേൽ. ഒരു പ്രസൻറ്റ് ടെൻസിലാണ്. ഇപ്പോഴേ ദൈവം
തൻ്റെ വാഗ്ദത്തങ്ങൾ ഇസ്രായേലുമായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഈസ് ഗോഡ് കീപ്പിംഗ് ഹിസ് പ്രോമിസ് ടു ഇസ്രായേൽ എന്നുള്ളൊരു ചോദ്യമാണ് 10-ാം അധ്യായത്തിലെ പൗലോസ് അതിന് ഉത്തരം കൊടുക്കുന്നത്. നമുക്കറിയാം പൗലോസിൻ്റെ സമയത്ത് സംബന്ധിച്ചിടത്തോളം അവരെ റിജക്റ്റ് ചെയ്തുവെങ്കിൽ പോലും ആ സമയത്ത് അവർ സ്കാറ്ററായി പോയില്ല. AD 70 നമുക്ക് അറിയാവുന്ന പോലെ ടെമ്പിള് നഷ്ടപ്പെടുകയും അവർ ആ സമയം കഴിയുമ്പോഴാണ് സ്കാറ്ററായി പോകാനായിട്ട് ഇടവരികയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അത് ഈ പോളിൻ്റെ പീരീഡിനോട് അനുബന്ധിച്ചൊക്കെയുള്ള സമയങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ആ ഒരു നൂറ്റാണ്ടിലായിരുന്നു ഇസ്രായേൽ റിജക്റ്റ് ചെയ്തിട്ട് സ്റ്റബോണായിട്ട് എല്ലാവരും ചിതറിപ്പോകാനായിട്ട് ഇടവന്നത് നമുക്കറിയാം. 10-ാം അധ്യായത്തിലെ ദൈവം അവരെ ആ പ്രോമിസ് ദൈവം കണ്ടിന്യൂസ് ആയിട്ട് ക്രീപ്പ് ചെയ്തോ എന്നുള്ള ചോദ്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് പൗലോസ് എഴുതിയിരിക്കുന്ന ഈ റോമൻ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് അതിന് ഉത്തരം കിട്ടുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ വരുമ്പോഴേ ഇസ്രായേൽസ് ഫ്യൂച്ചർ റെസ്റ്റോറേഷൻ, ഭാവിയിൽ ഇസ്രായേലിനെ ഏത് രീതിയിലാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നത്, വിൽ ബി സേവ്ഡ്, ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഭാഗങ്ങൾ അതിലുണ്ട്. വിൽ ഗോഡ് കീപ്പ് ഹിസ് പ്രോമിസസ് ടു ഇസ്രായേൽ, ദൈവം ഭാവിയിൽ ഇസ്രായേലിനോടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുമോ എന്നുള്ള കാര്യമാണ് 11-ാം അധ്യായം. 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലുമായിട്ട് ശരിക്കും ഇസ്രായേലുമായിട്ട് ചേർന്നുള്ള അവരുടെ ഭൂതം, വർത്തമാനം, ഭാവി കാലങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പൗലോസിൻ്റെ സുവിശേഷപ്രകാരം യഹൂദനെന്നും ജാതിയെന്നും വ്യത്യാസം കൂടാതെ വിശ്വസിക്കുന്ന എല്ലാ പാപിയും രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നാണ് പൗലോസ് അങ്ങനെയാണ് സുവിശേഷത്തിൽ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കാലത്ത് ദൈവം യഹൂദ ജാതിക്കായിട്ട് മാത്രം കൊടുത്ത പ്രത്യേക അവകാശങ്ങളെയും പദവികളെയും കുറിച്ച് എന്ത് പറയും? പാസ്റ്റ് നേരത്തെ ദൈവം കൊടുത്തിരുന്ന പ്രിവിലേജസ്, ദൈവം കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ, അതിനെക്കുറിച്ച് എന്ത് പറയും? പഴയ നിയമകാലത്തെ ഇസ്രായേൽ ജാതിയും ദൈവത്തിന് അവരോടുള്ള ഇടപാടുകളും വേദചരിത്രത്തിൻ്റെ പ്രമുഖ വിഷയമാക്കി എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ നിയമം പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും സഭയ്ക്ക് പ്രാധാന്യം കൂടി വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാദേശിക സഭകളെല്ലാം ഉയർന്നു വരുന്നതായി കാണാം. ഇസ്രായേലിന് ദൈവത്തിൻ്റെ പ്ലാനിൽ അവർക്കുണ്ടായ സ്ഥാനത്തിന് എന്തൊക്കെ മാറ്റം സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചും ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസ് അഭിമാനം കൊള്ളുകയും അവർ രക്ഷിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. കാരണം എന്താണ്? പൗലോസിൻ്റെ സ്വന്തം ജനങ്ങളും ഉറ്റവരും എല്ലാം ഇസ്രായേൽ ജനതയാണ്. രക്ഷാ സന്ദേശം അവർക്ക് നൽകിയെങ്കിൽ പോലും അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു വന്നത് അവരെ തിരഞ്ഞെടുക്കാനായിട്ടാണ് എങ്കിൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. അവർ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ച് അവരെ തന്നെ എഴുതി തള്ളിയതായിട്ട് കാണുന്നു. എന്നാൽ ഇസ്രായേലിനെ ഉപേക്ഷിച്ചത് അംശമായി മാത്രമാണ്, പൂർണ്ണമായിട്ടല്ല എന്ന് പൗലോസ് ഇവിടെ ഈ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുകയാണ്. ഇസ്രായേലിനെ ഉപേക്ഷിച്ചത് അംശമായിട്ടാണ്, പൂർണ്ണമായിട്ടല്ല. അതുപോലെ തന്നെ ഇസ്രായേലിനെ ഉപേക്ഷിച്ചത് താൽക്കാലികം മാത്രമാണ്, സ്ഥിരമായിട്ടല്ല എന്നും കാണുന്നു. അതുപോലെ ഇസ്രായേലിനെ ഉപേക്ഷിച്ചത് ജാതീയ ലോകത്തിനെ അനുഗ്രഹമാക്കേണ്ടതിനാണെന്നും കാണുന്നു. ഇങ്ങനെയുള്ള ചില പഠിപ്പിക്കലുകൾ ഈ അധ്യായങ്ങളിൽ കാണുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഇതിന് വേറൊരു പേര്, ഡിസ്പെൻസേഷൻ, യുഗാപരമായിട്ടുള്ള പഠനത്തേക്കാൾ ഉപരിയായിട്ട് വിൻഡിക്കേഷൻ അല്ലെങ്കിൽ ന്യായീകരണം എന്ന് പറഞ്ഞൊരു വാക്കും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ നേരത്തെ നമ്മൾ ഇതിന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചാണ് റീപ്ലേസ്മെൻറ്റ് തിയോളജി. റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പോയി കർത്താവിനെ അറിഞ്ഞ യഹൂദന്മാർ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അന്ന് കൂടിയിരുന്ന മാളിക മുറിയിൽ കൂടിയിരുന്ന, അവിടെ പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന യഹൂദന്മാർ പോയി റോമ ഏരിയയിലൊക്കെ പോയി സുവിശേഷം അറിയിച്ച് അനേകം ആളുകൾ കർത്താവിനെ അറിഞ്ഞു. ഈവൻ ജാതികൾ കൂടി കർത്താവിനെ അറിഞ്ഞു. കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക റൂള് വന്നതോടുകൂടി റോമ ഏരിയ അവർ വിട്ടുപോകണം, യഹൂദന്മാർ വിട്ടുപോകണം എന്ന് പറഞ്ഞ്, അവർ കലക്കമുണ്ടാക്കുന്നവർ വിട്ടുപോകണം എന്ന് പറഞ്ഞ് കൈസറുടെ നിർദ്ദേശപ്രകാരം
ക്ലൗഡിയോസിൻ്റെ കാലത്ത് അവരെല്ലാം അവിടെ നിന്ന് വിട്ടുപോയതായിട്ട് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെയുള്ള ജാതീയരായിട്ടുള്ളവർ, ജെൻറ്റൈൽസ് ആയിട്ടുള്ളവർ ആ സഭയിലെ പ്രിഡോമിനൻ്റ് ആവുകയും അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഏറ്റെടുത്തപ്പോൾ അവർ പഠിപ്പിച്ചു, യഹൂദനെ ദൈവം തള്ളി, യഹൂദൻ ഇനിയും രക്ഷയില്ല, അവർ യേശുവിനെ ക്രൂശിച്ചു, അതുകൊണ്ട് നമ്മൾ കൃപയാലെ നമ്മളെ ദൈവം വീണ്ടെടുത്ത് സഭ എന്ന് പറയുന്നത് ജാതീയ സഭയാണ്, യഹൂദനകത്ത് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഭാഗം അവരുടെ യഹൂദന്മാരെ എല്ലാം പുറത്താക്കി. അത് അതാണ്ട് ഇപ്പം സർക്കാരും അത് തന്നെ ചെയ്യുന്നു, അവരെ പുറത്താക്കിയില്ലേ. അതെല്ലാം കാണിക്കുന്നത് എന്താണ്? യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു എന്നാണെന്ന് പറഞ്ഞ് പല വിശ്വാസികളും, സഭയിലെ വിശ്വാസികൾ യഹൂദന്മാരെ സഭയിലോട്ട് കയറ്റാത്ത രീതിയിലായി. റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ അന്നേരം അവരെ ഇത് പറഞ്ഞ് കണ്ണിക്കുകയും യഹൂദനെ തള്ളിക്കളഞ്ഞിട്ടില്ല. യഹൂദനെ ദൈവം തൽക്കാലത്തേക്ക് യഹൂദന് ഒരു അംശമായിട്ട് മാത്രമാണ് ഒരു ഭ്രംശം സംഭവിച്ചിരിക്കുന്നത്, അവർ മുഴുവൻ രക്ഷ പ്രാപിക്കുമെന്ന് വീണ്ടും പറഞ്ഞ് ഈ റോമൻ സഭയെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും യഹൂദനെ അവിടെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഇത് എഴുതിയെന്ന് നമ്മൾ പറഞ്ഞു. ഇസ്രായേൽ എന്ന പേര് 70 പ്രാവശ്യം ഈ പുതിയ നിയമത്തിലുണ്ടെങ്കിൽ 29 പ്രാവശ്യവും ഈ റോമൻ ലേഖനത്തിലാണ് കാണുന്നത്. ഓരോ പ്രാവശ്യവും അത് ഒരു ലിറ്ററൽ മീനിങ്ങിലാണ് പറയുന്നത്. കാരണം ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സ്പിരിച്വൽ മീനിങ് അല്ല, അതൊരു പൊളിറ്റിക്കൽ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കണ്ണിൽ ഇന്നും ഇസ്രായേൽ തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. ദൈവത്തിൻ്റെ കണ്ണിൽ ഇസ്രായേൽ ഇന്നും ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേലിൻ്റെ പകരക്കാരൻ വന്നിട്ടില്ല. ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടികളൊന്നും ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. ദൈവം അത് മാനിക്കുന്നു. അതെങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? ഇസ്രായേലിനോടുള്ള ഉടമ്പടികളൊക്കെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആ ടി വിയും ആ ന്യൂസ് പേപ്പറും ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം. ഇസ്രായേലിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രൊഫസിയൊക്കെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ കൂടി അത് നടപ്പായി, ഓരോ ദിവസവും നടപ്പായി വരുന്നതായിട്ട് കാണാം. ഇപ്പം തന്നെ അടുത്ത് നടക്കുന്ന ലെബാനോനിൽ നടക്കുന്ന വാർ, ഹിസ്ബുള്ളെ അവരെ അനിഹിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാനതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയാമെന്നുള്ളതല്ല ഈ പറയുന്നത്. തീർച്ചയായും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. ഇസ്രായേലിനെ ദൈവം റിഫൈൻ ചെയ്ത് ഇസ്രായേലിൻ്റെ അതിർത്തികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അന്ന് ആ ബൈബിളിൽ പറഞ്ഞ അതിർത്തിയെല്ലാം അവരുടെ കയ്യിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കാറായി. 8-ാം അധ്യായത്തിൽ പറഞ്ഞതല്ലേ, സകല സൃഷ്ടിയും ഈറ്റുനിവോട് ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനാണ്? നമ്മുടെയൊക്കെ രൂപാന്തരത്തിനായിട്ട്, നമ്മളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. പക്ഷേ നമ്മളെല്ലാം ഒന്ന് രൂപാന്തരപ്പെട്ട് ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ ആ സൃഷ്ടിക്കെല്ലാം വിമോചനമുള്ളൂ. അതിനുവേണ്ടി അവരെല്ലാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം 1948 ഈ സ്കാറ്ററായി കിടന്ന യഹൂദജനം മുഴുവൻ തിരികെ വന്ന് അവർ സ്ഥലം വാങ്ങിച്ച് ടെല്ലവീവ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തരത്തേക്ക് കയറി അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നതായിട്ട് നമുക്കറിയാം. ഇതെല്ലാം സംഭവിക്കും. കാരണം അന്ന് ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോമിസ് ഉണ്ട്. 2 നദികളുണ്ട്, യൂഫ്രട്ടീസ് നദി തൊട്ട് നൈൽ നദി വരെയുള്ള സ്ഥലം. ഇതെല്ലാം ഇസ്രായേലിൻ്റെ സ്ഥലമാണ്. എന്നിട്ട് ഈ സ്ഥലങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും, നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവം പറഞ്ഞ പ്രോമിസാണ്, അത് 100% ഷുവറാണ്. അത് എങ്ങനെയെങ്കിലുമൊക്കെ വന്നു ചേരും, അവിടെ വന്നു ചേരും. ഇതുവരെ അവിടെ വന്നിട്ടില്ല. അത് ആരൊക്കെയോ കൈവശപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം അവിടെ വന്നു ചേരും. അത് വിത്തിൻ നോ ടൈം അതെല്ലാം സംഭവിക്കും. അത് കർത്താവിൻ്റെ വരവാസനം. യേശുക്രിസ്തു, ഞാൻ കർത്താവിൻ്റെ വരവിൻ്റെ സീരീസിൽ നിങ്ങളോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ എപ്പിസോഡിലൊക്കെ ഒന്ന് പോയി കാണാം. 90 എപ്പിസോഡുകളിലായിട്ട് യേശുക്രിസ്തുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സ്പെസിഫിക്കായിട്ട് ദൈവം പറഞ്ഞ കമാൻഡായിരുന്നു ഇത്രയും ഏരിയകൾ ഇസ്രായേലിൻ്റെ കീഴിൽ ഉണ്ടാവും എന്ന്. ആ ഏരിയ ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച ആ ടെല്ലവീവിൻ്റെ ഭാഗങ്ങളൊക്കെ അന്ന് അവരൊന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങുമായിരുന്നു. അങ്ങനെയാണ് അവരത് അക്വയർ ചെയ്തത്. കാരണം അന്നൊക്കെ തന്നെ ഒരു രീതിയിലും അത് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. കാരണം വെള്ളമില്ല, ഒരു രീതിയിലും അത് യൂസ് ചെയ്യാൻ വയ്യാത്ത സ്ഥലങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അവർ വാങ്ങി, അവർ വിറ്റവരൊക്കെ വിചാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരുന്ന് അവർ വാങ്ങിയെടുത്ത സ്ഥലങ്ങൾ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതായിട്ട് അറിയാം. ലോകത്തിലെ ചെറിയ പോപ്പുലേഷൻ 30 ലക്ഷം ആളുകൾ ഉള്ള സ്ഥലം,
ആ സ്ഥലത്തിൽ നിന്ന് നമുക്കറിയാം 60% കൂടുതൽ ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്നത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണെന്ന് നമ്മൾ മറന്നു പോരുത്. ഇന്ന് സയൻസ്, അതുപോലെ അഗ്രികൾച്ചർ, നമ്മൾ ചെയ്യുന്ന അഗ്രികൾച്ചർ എല്ലാ ടെക്നോളജി, ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ അഗ്രികൾച്ചറിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം തന്നെ ഇസ്രായേലിൽ നിന്ന് രൂപീകരിച്ചാണ് എന്ന് പറയുന്നതിൽ ഒരു രീതിയിൽ അഭിമാനമുണ്ട്. കാരണം അവരൊക്കെ ഒന്നുമില്ല, ബൈബിളിൽ തന്നെ നമുക്കറിയാമല്ലോ, യാക്കോബിൻ്റെ ജീവിതത്തിൽ തന്നെ അന്ന് ലാബാൻ്റെ വീട്ടിൽ നിന്ന് ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള ആടിനെ ഉണ്ടാക്കിയ കഥയൊക്കെ നമുക്കറിയാം, നമ്മൾ ബൈബിളിലുണ്ട്. അന്നേ അത് ആരംഭിച്ചതാണ്, ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അന്നവന് ആ ബ്രീഡിനെ ഉണ്ടാക്കി വള്ളിയും പുള്ളിയും വരയുമുള്ള ആടിനെ അന്ന് തന്നെ അവൻ ക്രിയേറ്റ് ചെയ്തു. അതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് അന്ന് തൊട്ടേ അത് തുടങ്ങിയതാണ്. ഈ സയൻറ്റിഫിക് ഇന്നോവേഷനൊക്കെ ഇസ്രായേലിൻ്റെ ഗ്രഹത്തിൽ അന്ന് തൊട്ടേ, എന്ന് വെച്ചാൽ ദൈവം അവരെ തിരഞ്ഞെടുത്താണ്, അവരിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, അവരെല്ലാം വലിയ ജാതിയായി 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുക. അന്നേരം ഈ 3 കാര്യങ്ങൾ ആണ് ഈ 9, 10, 11 അധ്യായങ്ങൾ കാണുന്നത്. ദാറ്റ് മീൻസ് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ലോകത്തിൻ്റേതായിട്ടുള്ള വ്യൂസ്, ലോകത്തിൻ്റേതായിട്ടുള്ള ഹിസ്റ്ററി, ദ വേൾഡ് ഹിസ്റ്ററി മുഴുവൻ ഈ ഇസ്രായേൽ രാഷ്ട്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതും പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ഇസ്രായേൽ രാഷ്ട്രവുമായിട്ട് റിലേറ്റ് ചെയ്താണ് ലോകത്തിൻ്റെ ഹിസ്റ്ററി. കാരണം ഇസ്രായേലിൻ്റെ ഡെവലപ്മെൻറ്റ്, കാരണം നടുഭാഗത്ത് നിർത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു എങ്കിൽ, ഇസ്രായേൽ പ്രോഗ്രസ്സായി വരുന്നുവെങ്കിൽ ലോകത്തിനെല്ലാം വലിയൊരു വിടുതൽ കർത്താവിൽ നിന്ന് വരാറായി എന്നുള്ളൊരു വലിയ മെസ്സേജാണ് അതിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് ഇത്രയും ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇനിയും 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഈ എൻ്റെ ടൈം ഇവിടെ തീർന്നെങ്കിലും 9-ാം അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ഹെഡിങ്സ് കൂടെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കാം. തുടർന്ന് നമുക്ക് 9-ാം അധ്യായത്തിലുള്ള യഹൂദൻ്റെ പാസ്റ്റിനെക്കുറിച്ച്, പാസ്റ്റ് എലക്ഷൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ്, ഭൂതകാലം, 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലെ ഇസ്രായേലിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ അവസാനത്തെ 3 കല്ലിലെ ഇസ്രായേൽ ഇടർച്ചക്കല്ലായി തീരുന്ന ഇസ്രായേലിൻ്റെ തെറ്റിനെക്കുറിച്ച് പറയുന്ന ഭാഗം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 6 ഹെഡിങ്ങോടുകൂടി ഇതിനെ ക്ലാസിഫൈ ചെയ്യാണ്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6 ഹെഡിങ്ങോട് ഗോഡ്സ് ഡീലിംഗ് വിത്ത് ഇസ്രായേൽ ഇൻ ദ പാസ്റ്റ്. ഏത് രീതിയിലാണ് ഇസ്രായേലിനെ ദൈവം ഇടപെട്ടത്. രണ്ടാമത്, ഇസ്രായേൽ വാസ് സെലക്റ്റഡ് ഇൻ ദ പാസ്റ്റ്. നേരത്തെ എന്ന് വെച്ചാൽ പഴയ കാലത്തെ ഇസ്രായേൽ സെലക്ട് ചെയ്യപ്പെട്ടു. പാസ്റ്റിൽ ഇസ്രായേൽ വാസ് സെലക്റ്റഡ് ഇൻ ദ പാസ്റ്റ്. മൂന്നാമത്, ജനറൽ ക്വസ്റ്റ്യൻ വി ഹാവ് ഓൺ ഇസ്രായേൽ. ഇസ്രായേലിനുള്ള ചില ചോദ്യങ്ങളാണ് ഇതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ വരുമ്പോഴതിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ഇസ്രായേലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. 4-ാമത്, ഇസ്രായേൽസ് ഈസ് ഗോഡ്സ് സോവറൻ ചോയ്സ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചോയ്സ് ആയിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നു. 5-ാമത്, ഗോഡ്സ് പ്ലാൻ റിവോൾവ്സ് അറൗണ്ട് ഹിസ് നേഷൻ. നേരത്തെ പറഞ്ഞാണ് ദൈവത്തിൻ്റെ പദ്ധതി എല്ലാം തന്നെ ഈ നേഷൻ, ഇസ്രായേൽ നേഷനുമായിട്ട് ചുറ്റി നടക്കുന്നതാണ്. അവസാനം, അനാലോജി ഓഫ് പോട്ടർ ആൻഡ് ക്ലേ. കളിമണ്ണും അതുപോലെ കുശവനും ആയുമായിട്ട് അനാലജിയായിട്ട് ഇസ്രായേലിനെ താരതമ്യപ്പെടുത്തി പറയുന്നു. ഇങ്ങനെ 6 കൂട്ടം കാര്യങ്ങൾ ഹെഡിങ്ങാണ് ഇതിലുള്ളത്. ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ്, അത് ഭൂതകാലം, അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇനിയുള്ളത്. ഞാൻ ഇതിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനിയും 1-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നമുക്കത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. നമുക്കിത് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്ന ജനറലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവം തൻ്റെ വാക്കുകൾ ഒരിക്കലും മാറുന്നതല്ല. ഹീ ഈസ് എറ്റേണൽ ഗോഡ്. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. 6000 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യവും ദൈവം അത് മാറുകയില്ല, അതിൽ നിലനിൽക്കും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത്, ദൈവത്തിൻ്റെ പ്രോമിസുകൾ അബ്രഹാമിൽ കൂടി നിങ്ങൾക്കും എനിക്കും വന്നിട്ടുണ്ടെങ്കിൽ, അത് യേശുവാണ് കാരണം, നിങ്ങൾക്കും എനിക്കും വന്നിട്ടുണ്ടെങ്കിൽ
അത് ദൈവം അതിൽ നിന്ന് മാറുന്നില്ല. നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്തമാണ് അത് മുറുകെ പിടിക്കാനായിട്ട്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ ഡെലിവറൻസ് വരുന്നത്, വീണ്ടെടുപ്പ് വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഉയർച്ച വരുന്നത്, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഉയർച്ച വരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ദൈവം പറഞ്ഞ വാക്കുകൾ ദൈവം ഒരിക്കലും മാറുന്നവനല്ല എന്നുള്ളത്. അതാണ് ഇവിടെയും പറയുന്നത്. പഴയ നിയമകാലത്തെ പൗലോസ് പറയുന്നതാണ്, പണ്ട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം നടക്കും. അതിപ്പോഴും പ്രസൻ്റായിട്ടും അത് ഒരു ചെറിയൊരു പരിധി വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നടക്കാൻ പോവുകയാണ്. അത് ഇത്തിരി പ്രോമിസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാറ്റി വെച്ചു. ജാതികൾക്ക് ഈ സുവിശേഷം കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിപ്പോയി. നിങ്ങളും ഞാനും ഈ കർത്താവിനെ അറിയുവാനായിട്ട്, ഈ നീതീകരണം പ്രാപിപ്പാനായിട്ട് ദൈവം ഈ ഒരു വഴി തന്നത് ഇസ്രായേലിൻ്റെ റിജക്ഷനായിരിക്കാം. എന്നാൽ അതിൽ കൂടി നമ്മളെയും ഈ വലിയ രക്ഷണ്യ വേലയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുവാനായിട്ട്, അതിൽ നമ്മൾ ചേരുവാനായിട്ട്, ദൈവത്തിൻ്റെ ആ വർക്കിൽ നമ്മൾ തോള് കൊടുക്കുവാനായിട്ട്, എന്തോ മഹത്വമുള്ളൊരു കാര്യമാണ്. അതിന് നിങ്ങളെ എന്നെയും വിളിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇസ്രായേലിനെ വിളിച്ചാക്കിയിട്ട് അവർ ഫെയിലായിപ്പോയ കാര്യം, അത് നിങ്ങളെ എന്നെയും വിളിച്ചതിലേക്ക് ആക്കിയിരിക്കുമ്പോഴേ നമ്മൾ എത്ര വിലയുള്ളവരാണ്. വി ആർ VIPs, വാല്യുബിൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അത് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളെ സ്ഥാനാധിപതികളാക്കി വെച്ചിരിക്കുകയാണ്. യു ആർ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. കർത്താവിന് വേണ്ടി സ്ഥാനാധിപതികളാണ്. ഇപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? യഹൂദനില്ല സംസാരിക്കാൻ. അവരുടെ മനസ്സ് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ചെറിയൊരു അംശം അറിഞ്ഞിട്ടുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലുള്ള സകല ജാതികളും കർത്താവിനെ അറിയുവാനായിട്ട് നിങ്ങളെയും എന്നെയും ദൈവം ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്ന പോലെ ഞാനും ഇപ്പം നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ഈ റോള് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് ആക്ട് ചെയ്യുമോ? ദൈവം വിശ്വസ്തൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇതേ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനോടുള്ള തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭാവിയിൽ നീ പൂർണ്ണമായിട്ട് അവരെ വീണ്ടെടുത്തു. ഇപ്പോഴവരെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പഴയ കാലങ്ങളിൽ അവർക്ക് പ്രോമിസ് കൊടുത്തിരുന്നു, അവരെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. അത് ഞങ്ങളുടെ വീണ്ടെടുപ്പിനായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഇതൊക്കെ പഠിക്കുമ്പോഴേ ദൈവം എത്ര വിശ്വസ്തനാണ്, ദൈവം തൻ്റെ വാക്കുകളിൽ എത്ര പെർമനൻ്റാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവേ, ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കുകയും അവിടെയൊക്കെ രൂപാന്തരം വരികയും അവിടെയൊക്കെ ഡെലിവറൻസ് വന്നു കയറുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരുടായിരിക്കുന്ന കണ്ണുകളൊക്കെ ഇതൊന്ന് കാണുവാനായിട്ടൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ കർത്താവെ തടഞ്ഞു വെച്ചിരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ ചില ആളുകൾ പ്രാപിക്കാതെ തടഞ്ഞിരിക്കുന്ന ദൈവം കാണിച്ചു തരുന്നു. ഇന്നതൊക്കെ റിലീസ് ചെയ്ത് വരട്ടെ. കർത്താവിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമോ? അവൻ്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? തീർച്ചയായും അവിടെ തടഞ്ഞൊക്കെ റിലീസ് ചെയ്ത് വരും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഉറച്ച് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് വിഘതമായി തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ, അനേകം വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം ഈ നാളുകളിൽ ഇന്ന് ദൂരെ നിങ്ങൾ ഏറ്റെടുത്തോ 30 ദിവസത്തിനകം ദൈവം അത് നിങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞ പോലെ എഫദ എന്നർത്ഥമുള്ള തുറന്നു വരട്ടെ എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഞങ്ങളിവിടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നു വരാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ തരികയും ദൈവം നിങ്ങൾക്ക് തുറന്നു തരികയും ചെയ്യും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവമേ, നിൻ്റെ ശക്തി കാണുവാനായിട്ട് അതൊന്ന് ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് ഈ പ്രിയപ്പെട്ടവരെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇതേ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഏതെങ്കിലും പ്രാർത്ഥനയിൽ കൂടി എന്തെങ്കിലും വിടുതൽ നിങ്ങൾ പ്രാപിച്ചു എങ്കിൽ നിങ്ങൾ അറിയിക്കണം. അതുപോലെ ഈ എപ്പിസോഡ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ അതറിയിക്കണം. ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതറിയിക്കണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ലിങ്കൊക്കെ അയച്ചു കൊടുത്താൽ നിങ്ങൾ ഈ കർത്താവിൻ്റെ വേലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പങ്കാളിയായി തീരും. അത് ഏറ്റവും അനുഗ്രഹപ്രദമായൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്കിൽ അതുപോലെ വാട്സാപ്പിൽ ഒക്കെ അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ അയച്ചു കൊടുക്കുകയും ആളുകളത് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.